യാക്കോബ സഭയുടെ ഭരണത്തിലുള്ള 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവുണ്ടായി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ എന്നിവരുടെ വിധിയാണ്. ഇതിൻ്റെ അടിസ്ഥാനം 1934 സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വിട്ടുകൊടുക്കാൻ ഇപ്പം സുപ്രീം കോടതി പറയുന്നത്. പാലക്കാടും എറണാകുളം ജില്ലയിലുള്ള 6 പള്ളികൾ, മേജറായിട്ടുള്ള 6 പള്ളികൾ, അവിടെ യാക്കോബ വിഭാഗത്തിൻ്റെ കൈവശമാണ് 6 പള്ളികൾ. സ്കൂള് കോളേജുകളൊക്കെ ഉണ്ട്. സുപ്രീം കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് 1934 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് ആണ് കേരളത്തിലെ മുഴുവൻ പള്ളികളിലെയും പ്രോപ്പർട്ടികളും പള്ളിയുമൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഭൂരിപക്ഷം പള്ളികളും ഇപ്പം യാക്കോബക്കാരുടെ കയ്യിലും ആണ് ഇരിക്കുന്നത്. അത് തന്നെയല്ല, മൊത്തം കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇരു കൂട്ടർക്കും അവകാശവാദം അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ യാക്കോബ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, ആളുകൾ ഉള്ളത്. ആ അന്ത്യോക്യയിലെ അവിടുത്തെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സഭകളുടെ അതോറിറ്റി പോപ്പാണ്. അതുപോലെ യാക്കോബ ഓർത്തഡോക്സ് സഭകളുടെ, സിറിയൻ സഭകളുടെ അതോറിറ്റി അത് അന്ത്യോക്യയിലെ അധിപനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു കേരളത്തിലുള്ള ഓർത്തഡോക്സ് മലങ്കര ഓർത്തഡോക്സ് യാക്കോബ സഭ. ഒരു സഭയാണത്, മലങ്കര ഓർത്തഡോക്സ് യാക്കോബ സഭ. ഈ മലങ്കര ഓർത്തഡോക്സ് യാക്കോബ സഭയിൽ പല തർക്കങ്ങൾ ഈ വിഭാഗങ്ങളും ഉണ്ടായി. 1912 ആ തർക്കം രൂക്ഷമായി. പല കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി, 2 വിഭാഗങ്ങൾ തമ്മിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആ കേസുകൾ പലരും, പള്ളിയുടെ ഇരു വിഭാഗത്തുള്ള ആൾക്കാരും കേസുകൾ കൊടുത്തെങ്കിലും വട്ടിപ്പണ കേസ് എന്ന് പറഞ്ഞ ഒരു കേസാണ് അന്ന് പ്രസിദ്ധമായത്. ആ വട്ടിപ്പണ കേസിനനുബന്ധിച്ചാണ് ഈ സഭകൾ, ഒരേ സഭ 2 ചേരിയിലേക്ക് മാറിയത്. ഓർത്തഡോക്സ് വിട്ടുകൊടുക്കാൻ സഭയിലെ പ്രോപ്പർട്ടികൾ തങ്ങളുടെ കൈവശമാണെന്നും പള്ളി, സ്കൂള്, കോളേജ്, സിമിത്തേരി അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തങ്ങളുടെ കൈവശമാണെന്നും ഓർത്തഡോക്സും, അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും യാക്കോബൈറ്റ്സ് കൂടെ തർക്കം ഉന്നയിച്ചു വന്ന് 1912 1917 അവസാനം 1934 വരെ സുപ്രീം കോടതിയിലെ കേസുകൾ, പല വിധികളും വന്ന് ഫൈനലായിട്ടുള്ള വിധി 1934 വന്നു. ആ വിധി ഇവിടെ ഓർത്തഡോക്സിന്, ആ മലങ്കര ഓർത്തഡോക്സിന് അനുകൂലമായി. അതോടുകൂടി കേരളത്തിലുള്ള പള്ളികളുടെ എല്ലാം, മേജർ പള്ളികളുടെയും എല്ലാം ഭരണഘടനാപര ചുമതല തങ്ങൾക്കാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ എന്നാൽ ഈ ഓർത്തഡോക്സ് സഭ അന്ത്യോക്യയിലെ ആ ബാവയുടെ അംഗീകാരം ഇവര് അംഗീകാരം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്, അന്ത്യോക്യയിലെ മാർപ്പാപ്പയ്ക്ക് തുല്യനായ വ്യക്തിക്ക്, ഈ അടുത്ത കാലത്തും അവിടുത്തെ ആള് കേരളത്തിൽ വന്നു, അദ്ദേഹത്തിന്റെ ആധിപത്യം അംഗീകരിക്കുന്നു, ആത്മീയമായ ആധിപത്യം അംഗീകരിക്കുന്നു, ഭൗതികമായ ആധിപത്യം അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പള്ളികളിലുള്ള കോളേജ്, സ്കൂള്, പ്രോപ്പർട്ടി, പള്ളികൾ, അതുപോലെ തന്നെ സിമിത്തേരികൾ, ഇതെല്ലാം തങ്ങളുടെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈവശമാണ്. ഭരണ നേതൃത്വം അവർക്കാണ്. യാക്കോബക്കാരാണ് കൈവശമാണ് മിക്കവാറുമുള്ള പള്ളികളും ഒക്കെ ആണെങ്കിൽ തന്നെയും ഇത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ 2 വിഭാഗമായി. കോട്ടയം ദേവലോകത്ത് ആസ്ഥാനമായിട്ടുള്ളതാണ് ഓർത്തഡോക്സിന്റെ ബാവ തിരുമേനി ഇരിക്കുന്നത്. മനോരമ പത്രം ഗ്രൂപ്പുകളെല്ലാം ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതേസമയത്ത് ഈ സഭയിലെ അല്ലെങ്കിൽ യാക്കോബൈറ്റ്സിലെ 2ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് സിറിയൻ യാക്കോബൈറ്റ്, സിറിയൻ ഓർത്തഡോക്സ്. ആ സിറിയൻ ഓർത്തഡോക്സിലാണ് 1934 സുപ്രീം കോടതി അനുസരിച്ച് പള്ളികളുടെ, പ്രോപ്പർട്ടികളുടെ എല്ലാം ചുമതല അവർക്കാണ്, ഭരണപരമായ ചുമതല അവർക്കാണ്. ഇപ്പൊ സുപ്രീം കോടതി ഇന്നലെ ഈ 6 പള്ളി വിട്ടുകൊടുക്കാൻ പറഞ്ഞെങ്കിലും
അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഇവർക്ക് നടത്താം. അതേ സമയത്ത് പള്ളികളിലെ സിമിത്തേരിയിലുള്ള അടക്കത്തിന് അവിടുത്തെ അംഗങ്ങൾ മരിച്ചാൽ അടക്കത്തിന് തർക്കം ഉന്നയിക്കാൻ പാടില്ല. അതേ സമയത്ത് പള്ളിയിൽ വരുന്നതിന് തർക്കം ഉന്നയിക്കാൻ പാടില്ല. സ്കൂളും കോളേജുകൾ ഇരുകൂട്ടരും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകും. അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഓർത്തഡോക്സിന് വരികയുള്ളൂ. ഇതാണ് കാതലായ പ്രശ്നം. അപ്പം മലങ്കര സിറിയൻ ഓർത്തഡോക്സ് കാത്തലിക് എന്ന ഒരു സഭ, അത് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് കാത്തലിക് യാക്കോബൈറ്റ്സ് എന്ന സഭ, അത് രണ്ടായി. ഇപ്പോൾ അത് സിറിയൻ ഓർത്തഡോക്സും സിറിയൻ യാക്കോബൈറ്റ്സും എന്നായി. അതിന് ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ ഓർഡർ അനുസരിച്ച് ഓർത്തഡോക്സ് സഭക്കാര് മുഴുവൻ പ്രോപ്പർട്ടികളുടെ ഉത്തരവാദിത്വം തങ്ങൾക്കാണ്. ആ ഓർഡർ അനുസരിച്ച് മുഴുവൻ പ്രോപ്പർട്ടികളും പള്ളികളും ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്ത് തീർന്ന ശേഷം ഇതേപ്പറ്റി ചർച്ച ചെയ്യാമെന്നാണ് അവരുടെ വാദഗതി. സർക്കാർ നിലവാരത്തിൽ പല സന്ദർഭത്തിലും, കാരണം ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആൾക്കാർ അപ്രവശ്യ യാക്കോബൈറ്റ്സിലായതുകൊണ്ട് ഓർത്തഡോക്സുമായിട്ട് ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ അവരതിന് തയ്യാറാവുന്നില്ല. സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ചുള്ള മുഴുവൻ പ്രോപ്പർട്ടികൾ ഞങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞ ശേഷം സഭകൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിനെ പറ്റി ചർച്ച ചെയ്യാമെന്നാണ് അവരുടെ വാദഗതി. അവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഏറ്റവും സീനിയർ മോസ്റ്റായ സുപ്രീം കോടതി അഭിഭാഷകൻ KK വേണുഗോപാൽ, കൃഷ്ണൻ വേണുഗോപാൽ, CU സിംഗ്, അനാം എന്നിവരാണ് ഹാജരാകുന്നത്. അതേസമയത്ത് ഓർത്തഡോക്സിന്റെ എതിർ ഗ്രൂപ്പായ അല്ലെങ്കിൽ യാക്കോബ സഭയുടെ ഭാഗത്ത് നിൽക്കുന്ന സീനിയർ അഡ്വക്കേറ്റ് രഞ്ജിത്ത് കുമാറും അഡ്വക്കേറ്റ് ശ്യാം ദിവാനുമാണ്. അപ്പം വക്കീലന്മാര് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതരായ സീനിയറായ വക്കീലന്മാരാണ് ഇരു കൂട്ടർക്കും വേണ്ടി സുപ്രീം കോടതി വാദിക്കുന്നത്. പക്ഷെ 1934 വിധി ഇതുവരെ മാറ്റാനായിട്ട് സുപ്രീം കോടതിയിലെ ആ ഫൈനൽ ഓർഡർ കിടക്കുന്നിടത്തോളം കാലം ഇവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമേ ഈ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രോപ്പർട്ടി അവർക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് കിട്ടിയെങ്കിൽ മാത്രം സഭയെ ഒന്നിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അതേസമയത്ത് സംസ്ഥാന സർക്കാർ ഭൂരിപക്ഷമുള്ള യാക്കോബക്കാരുടെ ആൾക്കാരുടെ അവരോട് ചേർന്ന് നിന്ന് ഇതൊരു ഒത്തീർപ്പെത്തിക്കാൻ ശ്രമിക്കുകയാണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ഇന്നലത്തെ വിധിയില് ജഡ്ജിമാര് പറയുന്നുണ്ട്, സുപ്രീം കോടതി ഇത് സഭയുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയത്ത് കേരളത്തിലെ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അവിടുത്തെ DGPക്ക് എതിരായിട്ട് ഏകദേശം 12ഓളം സംസ്ഥാനത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഹൈക്കോടതിയിലെ ഈ പള്ളികളൊന്നും ഇതുവരെ സറണ്ടർ ചെയ്തില്ല സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ച് കോട്ടലക്ഷ്യത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. 12 ചീഫ് സെക്രട്ടറി DGP ഉൾപ്പെടെയുള്ളവരെ 12 പേർക്കെതിരായി എറണാകുളം കളക്ടറും എറണാകുളത്തെ കമ്മീഷണറും പാലക്കാട് കളക്ടറും പാലക്കാട്ടെ SP എങ്ങനെ കോട്ടലക്ഷ്യത്തിന് 12 പേർക്കെതിരായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ട്. ആ നടപടിക്ക് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് അവിടെ നിന്നൊരു എക്സെപ്ഷൻ വേണം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും സുപ്രീം കോടതി പോയി, ഉദ്യോഗസ്ഥരെല്ലാവരും ഒരു എക്സെപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലും ഒക്കെ ഇത് രമ്യമായി ഇത് പരിഹരിക്കണം, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറുടെ പ്രശ്നം വഷളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസിന്റെ ഇടപെടൽ കൊണ്ട് തൽക്കാലം ശാന്തമായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നു. പല പള്ളികളിലും ആൾക്കാർ കുറവുള്ള ഓർത്തഡോക്സ് സഭയ്ക്ക് അത് വിട്ടുകൊടുക്കാൻ മറ്റൊരു തയ്യാറാകാതെ വരുമ്പം പോലീസ് നടുക്ക് ഇടപെട്ടിട്ട് രമ്യമായി രണ്ടുപേരെയും അവിടുന്ന് മാറ്റി നിർത്തി ഇരുകൂട്ടരെയും പള്ളിക്കകത്ത് കയറ്റാത്ത രീതിയിൽ പോലീസ് ഒരു ക്ലാഷ് ഉണ്ടാകാതെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്രമാണ് നമ്മൾ കേൾക്കുന്നത്. എങ്കിലും പൊതുവെ നോക്കിക്കഴിയുമ്പം ഇത് സഭകൾ തമ്മിലുള്ള ഈ തർക്കം അത് ഒരു കോംപ്രമൈസിന് ഓർത്തഡോക്സ് തയ്യാറാകുന്നില്ലാത്ത സ്ഥിതിക്ക് സുപ്രീം കോടതിയിലെ കുറച്ചുകൂടെ ഭരണഘടനാ ബെഞ്ച് പോലെയൊക്കെ നമ്മൾ കൂടുതൽ 9 പേരും 13 പേരും ഒക്കെയുള്ള ഒരു ബെഞ്ച് പരിഹരിക്കുന്ന പോലെ ഇത് വലിയ ഒരു ലാർജർ ബെഞ്ചിന്റെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നാണ് ഈ യാക്കോബക്കാരുടെ അഡ്വക്കേറ്റ്സ് നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് അന്ത്യോക്യയുടെ ആധിപത്യം സ്വീകരിക്കുന്ന യാക്കോബക്കാരും അത് സ്വീകരിക്കാത്ത ഓർത്തഡോക്സും എന്ന് വ്യക്തമായി പറയാം. അതേസമയത്ത് അന്ത്യോക്യയുടെ ആധിപത്യം സ്വീകരിക്കുന്നുണ്ട്, തങ്ങളുടെ സ്പിരിച്വലായ കാര്യത്തിൽ, ആത്മീയ കാര്യത്തിൽ അന്ത്യോക്യയുടെ
ആധിപത്യം സ്വീകരിക്കുന്നു എന്ന് ഓർത്തഡോക്സ് പറയും. അതേസമയത്ത് ഇന്ത്യയിലെ ഉള്ള പ്രോപ്പർട്ടികൾ അത് ഇന്ത്യയിലെ കാതോലിക്ക ബാവ അവരുടെ കൂടെ നിൽക്കുന്ന ഉന്നതനായ കാതോലിക്ക ബാവ മാത്രമേ അത് പറ്റി അന്വേഷിക്കാനും അതിന്റെ പ്രോപ്പർട്ടിയുടെ അധികാരി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിന് ഇന്ന് വരെ ഒരു പരിഹാരം കാണാനുള്ള ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അതുപോലെ ലിറ്റിഗേഷൻ കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പള്ളിക്കും അനുകൂലവും പ്രതികൂലമായി പല കോടതികളിലും ആയിരക്കണക്കിന് പള്ളികൾ ഉള്ളതുകൊണ്ട് അത്രയോ സ്ഥലങ്ങളിൽ കേസ് കോടതിയിലും കുമിഞ്ഞു കൂടുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഡിസ്പ്യൂട്ടുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായി ലാർജറായിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. അത് സുപ്രീം കോടതി. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. ഒന്ന് ഓർത്തഡോക്സിന്റെ കാതോലിക്ക ബാവ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ത്യയിൽ നിൽക്കുന്നു. അതേസമയത്ത് യാക്കോബക്കാര് അന്ത്യോക്യയെ അംഗീകരിച്ചുകൊണ്ടുള്ള അവരുടെ നിലപാടും. ഈ രണ്ട് നിലപാടുകളും ഉള്ളവരെ ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമമാണ്. അതേസമയത്ത് സുപ്രീം കോടതിയുടെ വളരെ കരുതലായ അല്ലെങ്കിൽ ചില തീരുമാനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇരു സഭയിലും ഇപ്പോഴത്തെ പിണങ്ങി മാറി നിൽക്കുന്ന യാക്കോബ സഭയിലും ഓർത്തഡോക്സ് സഭയിലും ഉള്ളവര് ഒരേ പള്ളിക്കാരാണ്. അവിടെയുള്ള അംഗങ്ങൾ തലമുറകളായി അവരുടെ പിതാക്കന്മാരെയൊക്കെ ശവമടക്കിയിരിക്കുന്ന പള്ളികളിലെ അവരുടെ പ്രിമിസസിലാണ്. അതിന് ഇനി ഒരു തടസ്സം ഉണ്ടാകാൻ നോക്കില്ല. തങ്ങളുടെ പൂർവികർ ഒന്നായിരിക്കുന്ന സമയത്ത് പള്ളികൾ രണ്ടും അല്ലെങ്കിൽ രണ്ട് സഭക്കാരും ഒന്നായിരിക്കുന്ന സന്ദർഭത്തെ അടക്കിയവർ അവിടെ തന്നെ ഇപ്പോഴത്തെ തലമുറ അടക്കുന്നതിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല. സുപ്രീം കോടതി അത് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അർത്ഥം ഉണ്ടാകാൻ പാടില്ല. അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ മാത്രം പള്ളിയുടെ ചുമതല ഓർത്തഡോക്സിനും പള്ളിയുടെ അനുബന്ധിച്ചുള്ള സ്കൂളും കോളേജുകൾക്കുള്ള ചുമതലകൾ അഡ്മിനിസ്ട്രേഷൻ കാര്യത്തിൽ ഓർത്തഡോക്സും, ബാക്കിയുള്ള കാര്യത്തിൽ ഇരു സഭയിലുള്ളവർക്ക് തുല്യമായ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഓർഡറിന്റെ സ്പിരിറ്റും. സുപ്രീം കോടതി വാക്കാല് പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ. എന്തായാലും കേരളത്തിലെ ഈ രണ്ട് സഭകളും ഇപ്പോഴുള്ള ഡിസ്പ്യൂട്ടുകൾ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ, കാരണം ജസ്റ്റിസ് കെ.സി. തോമസും ഇതിനകത്ത് ഒരിക്കലും ഇടപെട്ടിട്ട് ഈ പ്രശ്നത്തിൽ തീർക്കാൻ വേണ്ടി കുറച്ച് സജഷൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ന്യായമായ സജഷൻസ് ആയിരുന്നു. പക്ഷെ ഇന്ന് വരെ ആരും അംഗീകരിച്ചിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഡിസ്പ്യൂട്ട് ഇല്ലാതെ ഇത് കൊണ്ടുവന്നുള്ള ശ്രമം ഇരുഭാഗത്തിലും താല്പര്യമുള്ളവർ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലെ ഒരു മേഴ്സി പെറ്റീഷൻ ഏത് രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഫയൽ ചെയ്തിട്ട് ഇത് ഒരു ലാർജർ ബെഞ്ചിൽ കൂടെ കേൾക്കാനും പുതിയൊരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത് നല്ലതാണ്.